നമസ്കാരം. എല്ലാവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാനേജ്മെന്റിന്റെ ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ അവിടെ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു ഇല്ലേ, FW ടൈലർ. FW ടൈലറിന്റെ പ്രിൻസിപ്പിൾ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലെ. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആണ് ആര്? FW ടൈലർ. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ മാനേജ്മെന്റിലേക്ക് നമ്മൾ പറഞ്ഞു ഫയോള് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ ഒരു മാനേജിംഗ് ഡയറക്ടറായിട്ട് ആ കമ്പനിയുടെ എക്സ്പീരിയൻസിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ നിന്നും ഒക്കെയാണ് അദ്ദേഹം ഈ 14 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ മാത്രമല്ല, കുറച്ച് എക്സ്പെരിമെന്റേഷനും കൂടി ആഡ് ചെയ്ത് കുറച്ച് സയൻസും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ FW ടൈലർ എന്ത് ഡെവലപ്പ് ചെയ്തത്? സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് FW ടൈലറിനെ പറ്റി നോക്കാം. ഫ്രെഡറിക് വിൻസോ ടൈലർ, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്? 1856 to 1915 ആണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം. ക്ലിയർ അല്ലേ? അപ്പം ഇദ്ദേഹത്തിന് എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. മറക്കരുത്, ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാണ്? ഫാദർ ഓഫ് മാനേജ്മെന്റ് ഹെൻറി ഫയോൾ ആണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് FW ടൈലർ. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് FW ടൈലർ. അതുപോലെ തന്നെ മെന്റൽ റെവല്യൂഷൻ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? മെന്റൽ റെവല്യൂഷൻ ചോദിക്കാറുണ്ട്. മെന്റൽ റെവല്യൂഷൻ ആര് കൊണ്ടുവന്നെയാണ്? FW ടൈലർ കൊണ്ടുവന്നെയാണ്. എന്താണ് മെന്റൽ റെവല്യൂഷൻ? നമ്മൾ ഇനി പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. എന്നാലും എന്താണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയാം. ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഓക്കെ, മെന്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാല് എംപ്ലോയീസിന്റെയും ഓർഗനൈസേഷന്റെയും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന്റെയും മെന്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റുക. അതായത് എംപ്ലോയീസിന് തോന്നണം ഈ ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയെങ്കിലേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് എംപ്ലോയീസിന് തോന്നണം. തിരിച്ച് ഓർഗനൈസേഷന് തോന്നണം ഈ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഓർഗനൈസേഷന്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂന്ന്. അപ്പൊ രണ്ടു കൂട്ടരും വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും മെന്റൽ ആറ്റിറ്റ്യൂഡിനെയാണ് അത് ചേഞ്ച് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? FW ടൈലർ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടേമിനാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്നെയാണ് എന്ത്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഷോപ്പ് മാനേജ്മെന്റ് എന്നുള്ള തിയറി കൊണ്ടുവന്ന ആരാണ്? FW ടൈലർ ആണ്. ടൈലർ പറയുന്നത് എംപ്ലോയി എന്താണ് പ്രാധാന്യം? പ്രൊഡക്ടിവിറ്റിക്ക്. പ്രൊഡക്ഷൻ കൂട്ടുക. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതാണ് ആര് കൊണ്ടുവന്നത്? FW ടൈലർ. ബോട്ടം ലെവൽ ടു ടോപ്പ് ലെവൽ. ടൈലർ പറയുന്നത് എവിടെ നിന്ന് വേണം നമ്മൾ വർക്ക് തുടങ്ങാൻ? താഴെ നിന്ന് വേണം. ബോട്ട് ലെവലിൽ നിന്ന് നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ മുകളിലേക്ക് പോകുക. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്നാണ് കൊണ്ടുവന്നത്? 1910 കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് നമ്മൾ പഠിക്കും. അതിനകത്ത് പറയുന്നതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ഫങ്ഷണൽ ഓർഗനൈസേഷനും. ഇതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? FW ടൈലർ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നോണ്ടാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തത്. മെന്റൽ റെവല്യൂഷൻ മനസ്സിലായല്ലോ. മെന്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. രണ്ടുപേരും പരസ്പരം തോന്നുക ഞങ്ങൾ പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ഉള്ളൂ എന്നുള്ള കാര്യം. FW ടൈലറിന്റെ ഒരു ഡെഫിനിഷൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ദ മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ചീപ്പസ്റ്റ് വേ. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മാർഗത്തിൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുന്നത് നോക്കിക്കാണുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ്. ഇത് നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ച സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു. നമുക്ക് 4 പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ഉള്ളത്. നമുക്ക് എത്ര പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണുള്ളത്? 4 പ്രിൻസിപ്പിൾസും ടെക്നിക്സും നമുക്കിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം ഹെൻറി ഫയോളായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പഠിച്ചത്? 14 പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചത്. FW ടൈലറായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 4 പ്രിൻസിപ്പിൾസ്, 4 സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് ടെക്നിക്സും നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. എത്ര പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്? 4 പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഒന്നാമത്തെയാണ് സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം. അതായത് ഈ റൂൾ ഓഫ് തം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള മെത്തേഡുകളെല്ലാം മാറ്റുക.
ഒരു ഓർഗനൈസേഷനില് പരമ്പരാഗതമായിട്ടുള്ള കാഴ്ചപ്പാടും ചിന്തകളും എല്ലാം മാറ്റി അവിടെ സയൻസ് അപ്ലൈ ചെയ്യുക, സയന്റിഫിക് മെത്തേഡ് കൊണ്ടുവരിക. അപ്പം ട്രഡീഷണൽ മെത്തേഡിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൂൾ ഓഫ് തമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂൾ ഓഫ് തമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രഡീഷണൽ മെത്തേഡിനെ. പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ മാറ്റി അവിടെ ശാസ്ത്രത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, സയന്റിഫിക് മെത്തേഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക് സയന്റിഫിക് മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് റൂൾ ഓഫ് തം. അല്ലെ, റൂൾ ഓഫ് തമ്മിന് പകരം, അതായത് ട്രഡീഷണൽ മെത്തേഡിന് പകരം നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വർക്കിന്റെ ഓരോ സ്റ്റേജിലും സയന്റിഫിക് മെത്തേഡുകൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഏതാണ്? സയൻസ് നോട്ട് റൂൾ ഓഫ് തം. സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം. അതാണ് ഒന്നാമത്തെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഈ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിളില് ഒന്നാമത്തെയാണ് എന്ത്? സയൻസ് നോട്ട് റൂൾ ഓഫ് തം. ഇതിൽ എന്താ പറയുന്നത്? ട്രഡീഷണൽ മെത്തേഡുകൾ മാറ്റി പരമ്പരാഗതമായിട്ടുള്ള മെത്തേഡുകൾ, അതിനെയാണ് റൂൾ ഓഫ് തം എന്ന് പറയുന്നത്, അത് മാറ്റി അവിടെ എന്ത് അപ്ലൈ ചെയ്യുക? സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെയാണ് ഹാർമണി നോട്ട് ഡിസ്കോഡ്. എന്താണ്? ഹാർമണി നോട്ട് ഡിസ്കോഡ്. വഴക്കല്ല വേണ്ടത്, കോൺഫ്ലിക്റ്റ് അല്ല വേണ്ടത്, ഒരു ഓർഗനൈസേഷനിൽ ഒരുമയാണ് വേണ്ടത്, ഹാർമണിയാണ് വേണ്ടത് എന്നാണ് ആര് പറയുന്നത്? FW ടൈലർ പറയുന്നത്. ഇപ്പൊ FW ടൈലർ ആണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണ്? മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ എന്തുണ്ടായിരിക്കുക? ഒരു നല്ലൊരു ഹാർമണി ഉണ്ടായിരിക്കുക, നല്ലൊരു ഐക്യം ഉണ്ടായിരിക്കുക, അല്ലെ? ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഹാർമണി ഷുഡ് ബി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ പ്രോപ്പർ നല്ലൊരു ഹാർമണി ഉണ്ടായിരിക്കുക, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മെന്റൽ റെവല്യൂഷൻ, ഇല്ലേ? അതായത് ടൈലർ അതിനെ വിളിച്ച എന്താണ്? മെന്റൽ റെവല്യൂഷൻ എന്നാണ്. അതായത് റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഇൻഡിവിജ്വൽ ആയിട്ട് അവർ എന്റെ ലാഭത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നു, എനിക്ക് ഹൈ സാലറി വേണം എന്നുള്ള ചിന്ത മാറ്റി ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ചിന്ത വർക്കറിനും വരണം. വർക്കർ ഉണ്ടെങ്കിലേ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ചിന്ത മാനേജ്മെന്റിന് വരണം. അപ്പം ഇത് രണ്ടും അവരുടെ രണ്ടുപേരുടെയും മെന്റൽ ആറ്റിറ്റ്യൂഡിൽ എന്ത് കൊണ്ടുവരിക? ചേഞ്ചസ് കൊണ്ടുവരിക. അതിനെയാണ് മെന്റൽ റെവല്യൂഷൻ കൊണ്ട് ടൈലർ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം. അതിനകത്ത് എന്താണ് പറയുന്നത്? ട്രഡീഷണൽ മെത്തേഡ്, അതായത് റൂൾ ഓഫ് തമ്പ് മാറ്റിക്കൊണ്ട് എന്ത് അപ്ലൈ ചെയ്യുക? സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഹാർമണി നോട്ട് ഡിസ്കോഡ്. അതായത് ഒരു ഓർഗനൈസേഷനില് എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ വഴക്കല്ല വേണ്ടത്, ഒരു ഒരുമയാണ്, ഹാർമണിയാണ് വേണ്ടത്. അതിനെ നമ്മുടെ ടൈലർ ഒരു പേര് കൊണ്ട് സൂചിപ്പിച്ചു, അല്ലെ? മെന്റൽ റെവല്യൂഷൻ. മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാണ്? ചോദിക്കാം. FW ടൈലർ ആണ്. അതായത് മെന്റൽ ആറ്റിറ്റ്യൂഡ്, വർക്കേഴ്സിന്റെയും ഓർഗനൈസേഷന്റെയും ചിന്താഗതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരിക. അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെന്റൽ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെയാണ് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇത് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ പ്രിൻസിപ്പിൾ ഏതായിരുന്നു? ഹാർമണി നോട്ട് ഡിസ്കോഡ്, അല്ലെ? അതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് എന്ത്? കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. വ്യക്തി താല്പര്യങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം, കോഓപ്പറേഷൻ ആണ് വേണ്ടത്, സഹകരണമാണ് വേണ്ടത്. വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ എന്തുണ്ടായിരിക്കുക? ഒരു കംപ്ലീറ്റ് കോഓപ്പറേഷൻ ഉണ്ടായിരിക്കുക. ഇൻഡിവിജ്വലിസം പാടില്ല. എന്റെ കാര്യം, സ്വന്തം കാര്യം, ഞാനെന്നുള്ള ചിന്താഗതി ഒരു ഓർഗനൈസേഷനിൽ പാടില്ല. അവിടെ കോഓപ്പറേഷൻ ആണ് വേണ്ടത്. എങ്കിൽ മാത്രമേ പരസ്പരമുള്ള നീഡുകൾ അവർക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ എന്തായിരുന്നു? നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ട്രഡീഷണൽ ഇത് മാറ്റി അതിനകത്തോട്ട് സയൻസ് അപ്ലൈ ചെയ്യുന്നതിനെയാണ്, ശാസ്ത്രവും കൂടി കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാണ്? FW ടൈലർ. ഇദ്ദേഹം 4 പ്രിൻസിപ്പിൾസ് ആണ് കൊണ്ടുവന്നത്. അതിനകത്ത് ഒന്നാമത്തെയാണ് സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളെല്ലാം മാറ്റി, ചിന്താഗതികളെല്ലാം മാറ്റി അതിനകത്ത് സയന്റിഫിക് മെത്തേഡ് എന്ത് ചെയ്യുക? അപ്ലൈ
ചെയ്യുക. രണ്ടാമത്തെയാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഒരു ഓർഗനൈസേഷനിലെ കോൺഫ്ലിക്റ്റുകൾ അല്ല വേണ്ടത്, ഹാർമണിയാണ്, ഒരുമയാണ് വേണ്ടത്. അല്ലെ, ആരൊക്കെ തമ്മില്? വർക്കേഴ്സും മാനേജ്മെന്റും. വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരിക. അതിനെ ടെയ്ലർ ഒരു പേര് വെച്ച് സൂചിപ്പിച്ചു. അതേതായിരുന്നു? മെന്റൽ റെവല്യൂഷൻ. മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ടേം ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. ആരാണ്? ടെയ്ലർ ആണ് കൊണ്ടുവന്നത്. FW ടെയ്ലർ ആണ് മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ടേം കൊണ്ടുവന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അതായത് ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾക്ക്, വ്യക്തി താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം. ഓർഗനൈസേഷനിലെ പരസ്പരം മാനേജ്മെന്റും വർക്കറും പരസ്പരം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, സഹകരണം കൊണ്ടുവരിക, കോഓപ്പറേഷൻ കൊണ്ടുവരിക. നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിളായ ഹാർമണി നോട്ട് ഡിസ്കോർഡിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇത് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. നമ്മുടെ നാലാമത്തെ പ്രിൻസിപ്പിൾ ഏതാണ്? ദ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. വലുതായിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മള് മാക്സിമം ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവരുടെ സ്കില്ലും നോളജും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്കിപ്പം വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പുതിയ എംപ്ലോയിയെ കിട്ടിയാലും നമ്മൾ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അവരുടെ മാക്സിമം കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ് നാലാമത്തെ പ്രിൻസിപ്പിളിന്റെ പേര്? ദ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഇൻഡസ്ട്രിയുടെ ഒരു സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് ആരുടെ എഫിഷ്യൻസിയെ ആശ്രയിച്ചിരിക്കും? വർക്കറിന്റെ. അപ്പൊ വർക്കറിനെ നമ്മൾ സയന്റിഫിക്കലി സെലക്ട് ചെയ്യുക, അവരുടെ ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കുക, എംപ്ലോയീസിനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, എന്നിട്ട് അവർക്ക് സ്യൂട്ട് ആയിട്ടുള്ള ജോബ്, അവരവർക്ക് യോജിക്കുന്ന ജോലി അവരവർക്ക് അവരുടെ എഫിഷ്യൻസി അനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. FW ടെയ്ലർ, ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ ആണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്? FW ടെയ്ലർ ആണ്. ഷോപ്പ് മാനേജ്മെന്റിന്റെ എന്നുള്ള തിയറി കൊണ്ടുവന്ന ആരാണ്? FW ടെയ്ലർ ആണ്. മെന്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മെന്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും മെന്റൽ ആറ്റിറ്റ്യൂഡിൽ എന്ത് കൊണ്ടുവരിക? ഒരു ചേഞ്ച് കൊണ്ടുവരിക, ഒരു മാറ്റം കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ ഓർഗനൈസേഷന്റെ ഗോൾ എന്ത് ചെയ്യാൻ പറ്റൂ? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റൂ. 4 സയന്റിഫിക്, നമ്മുടെ ഫയോളിന്റെ പ്രിൻസിപ്പിൾ എത്രയായിരുന്നു? 14. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണേ ഉള്ളൂ. അതിനകത്ത് ഒന്നാമത്തെ എന്തായിരുന്നു? സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം. അതിലെന്താ പറയുന്നത്? ട്രഡീഷണൽ, പരമ്പരാഗതമായിട്ടുള്ള മെത്തേഡിനെയാണ് റൂൾ ഓഫ് തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം മാറ്റി അവിടെ എന്ത് അപ്ലൈ ചെയ്യുക? സയന്റിഫിക് മെത്തേഡുകൾ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ എന്താണ് നമ്മൾ പറയുന്നത്? ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഒരു ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റുകളല്ല, വഴക്കുകളല്ല വേണ്ടത്, ഹാർമണി, ഒരുമയാണ് വേണ്ടത്. ഇല്ലേ? അതിനെയാണ് അദ്ദേഹം മെന്റൽ റെവല്യൂഷൻ കൊണ്ട് സൂചിപ്പിച്ചത്. മെന്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റുക. ഇല്ലേ? എംപ്ലോയീസിന്റെയും വർക്കേഴ്സിന്റെയും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെയും മെന്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റുക. പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ചിന്ത കൊണ്ടുവരിക. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം. ഒരു ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വലിസത്തിനല്ല പ്രാധാന്യം, വ്യക്തികൾക്കല്ല പ്രാധാന്യം, കോഓപ്പറേഷൻ കൊണ്ടുവരിക. നാലാമത്തെയാണ് ദ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സയന്റിഫിക്കലി സെലക്ട് ചെയ്യുക, കഴിവുള്ളവരെ സെലക്ട് ചെയ്യുക. അവർക്ക് വീണ്ടും അവരുടെ നോളജും സ്കില്ലും ഒക്കെ അപ്ഡേറ്റും ചെയ്യാൻ വേണ്ടിയിട്ടും കൂട്ടാൻ വേണ്ടിയിട്ടും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള ജോലി അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആരാ കൊണ്ടുവന്നത്? FW ടെയ്ലർ. 4 പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ടെക്നിക്സ് ആണ്. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റും ആര് തന്നെയാണ് കൊണ്ടുവന്നത്? FW ടെയ്ലർ തന്നെയാണ് എന്ത് കൊണ്ടുവന്നത്? ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റും കൊണ്ടുവന്നത്. ഈ ടെക്നിക്സില് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാം, എങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്കുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം, അതാണ് ഈ ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഒന്നാമത്തെ ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. നമ്മൾ ആദ്യം FW ടൈലറിനെ പറ്റി കുറച്ച് പോയിന്റ്സ് പഠിച്ച സമയത്ത് അവിടെ പറഞ്ഞാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന്റെ ഫാദർ അല്ലെ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള ഐഡിയ ആര് കൊണ്ടുവന്നെയാണ്? FW ടൈലർ കൊണ്ടുവന്നെയാണ്. അപ്പൊ എന്താണ് ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷന് 2 ഇൻചാർജുകൾ ഉണ്ടായിരിക്കും, ഒരു പ്ലാനിങ്ങും ഒരു എക്സിക്യൂഷനും. ഓക്കെ, അതായത് പ്ലാനിങ് ഫംഗ്ഷനും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് തീരുമാനിക്കും, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം വേറൊരു ഗ്രൂപ്പ് തീരുമാനിക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷനില് 2 ഇൻചാർജുകൾ ഉണ്ടായിരിക്കും. ഒരു ഓർഗനൈസേഷനില് 2 ഇൻചാർജുകൾ ഉണ്ടായിരിക്കും, ഒരു പ്ലാനിങ് ഇൻചാർജും ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻചാർജും. ഓക്കെ ആണോ? ഒരു പ്ലാനിങ് ഇൻചാർജും ഉണ്ട്, ഒരു എക്സിക്യൂഷൻ ഇൻചാർജും ഉണ്ട്. പ്ലാനിങ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആരായിരിക്കും? പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ്. ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതില് പ്ലാനിങ് ഫംഗ്ഷൻ ചെയ്യുന്ന ആരായിരിക്കും? പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ആ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഓക്കെ ആണോ? എക്സിക്യൂഷൻ വർക്ക് ചെയ്യുന്ന ആരായിരിക്കും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതിന്റെ അണ്ടറിൽ എത്ര പേരുണ്ട്? 4 സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള ടെക്നിക്ക് ആരാണ് കൊണ്ടുവന്നത്? FW ടൈലർ ആണ് കൊണ്ടുവന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഇദ്ദേഹം എന്താ പറയുന്നത്? നമുക്ക് ഫങ്ഷണൽ ഫോർമാൻഷിപ്പില് 2 ആയിട്ട് തിരിക്കാം. ഒരു ഓർഗനൈസേഷനിലെ ഇൻചാർജുകളെ, ഒരു ഓർഗനൈസേഷനിലെ ധർമ്മങ്ങളെ, ഫങ്ഷൻസിനെ 2 ഹെഡിൽ തിരിക്കാം, പ്ലാനിങ്ങും എക്സിക്യൂഷനും. പ്ലാനിങ് വർക്ക് ചെയ്യുന്നത് പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റും എക്സിക്യൂഷൻ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ആയിരിക്കും. ഇതിന്റെ ഓരോന്നിന്റെയും അണ്ടറിൽ വീണ്ടും എത്ര സ്പെഷ്യലിസ്റ്റ് വീതം ഉണ്ടെന്നാണ് പറയുന്നത്? 4. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റും എക്സിക്യൂഷൻ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റും. അങ്ങനെ ഒരു വർക്കറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു വർക്കറുടെ വർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര സ്പെഷ്യലിസ്റ്റ് ഉണ്ട്? അപ്പം പ്ലാനിങ്ങിലെ 4ഉം എക്സിക്യൂഷനിലെ 4ഉം കൂടെ ചേർന്ന് 8 സ്പെഷ്യലിസ്റ്റുകളുണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കിയേ, ആ ഒരു ഫിഗർ ഒന്ന് നോക്കിയേ. ഒരു മാനേജറിന്റെ അണ്ടറിൽ പ്ലാനിങ് ഇൻചാർജും ഉണ്ട്, പ്രൊഡക്ഷൻ ഇൻചാർജും ഉണ്ട്. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റുകളുണ്ട്, പ്രൊഡക്ഷൻ അണ്ടറിലും 4 സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ആ 4 സ്പെഷ്യലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്ന സ്പെഷ്യലിസ്റ്റുകളാണ് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആര് കൊണ്ടുവന്നെയാണ്? FW ടൈലർ. FW ടൈലർ ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി അദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിലെ 2 ഇൻചാർജുകളായിട്ട് തിരിക്കാം, പ്ലാനിങ് ഇൻചാർജും എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. പ്ലാനിങ്ങിന്റെ അണ്ടറിലും 4 സ്പെഷ്യലിസ്റ്റുകളുണ്ട്, പ്രൊഡക്ഷന്റെ അണ്ടറിലും 4 സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പ്ലാനിങ്ങിന്റെ അണ്ടറിലുള്ള 4 സ്പെഷ്യലിസ്റ്റുകൾ ആരൊക്കെയാണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ അണ്ടറിൽ വരുന്ന 4 പേര് ആരൊക്കെയാണ്? സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. അങ്ങനെ ഒരു വർക്കറിനെ നോക്കാൻ എത്ര പേരുണ്ട്? 8 സ്പെഷ്യലിസ്റ്റുകളുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും നോക്കാം. പ്ലാനിങ് ഇൻചാർജിന്റെ അണ്ടറിൽ എത്ര സ്പെഷ്യലിസ്റ്റാ? 4 എണ്ണം. ഏതൊക്കെയാണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. അതിനകത്ത് റൂട്ട് ക്ലർക്കിന്റെ ജോലി എന്താണ്? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാൻ വഴി. ഏത് മാർഗത്തിലൂടെയാണ് ഒരു വർക്ക് എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ചെയ്യേണ്ടത്. റൂട്ട് ഓഫ് വർക്ക് കംപ്ലീറ്റിംഗ് എ വർക്ക്. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്ന റൂട്ട് ഏതാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ആര്? റൂട്ട് ക്ലർക്ക്. ഓക്കെ, റൂട്ട് ക്ലർക്ക് ഡിറ്റർമൈൻ ദ റൂട്ട് ഓഫ് കംപ്ലീറ്റിംഗ് എ വർക്ക്. ഏതൊക്കെ ഓപ്പറേഷൻസിലൂടെ വേണം, ഏതൊക്കെ വർക്കിലൂടെ വേണം നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഏതൊക്കെ റൂട്ടിലൂടെ വേണം നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്ന ആളാണ് ആര്? പ്ലാനിങ് ഇൻചാർജിൽ വരുന്ന റൂട്ട് ക്ലർക്ക്. രണ്ടാമത്തെയാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശങ്ങൾ. ഒരു ജോലി ചെയ്യാൻ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന
ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. മെഷീൻസ്, ടൂൾസ്, ടെക്നിക്സ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ക്ലർക്കാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ കയറി വരാം. റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ അല്ലെ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനുള്ള റൂട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് റൂട്ട് ക്ലർക്ക്. ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു വർക്ക് അല്ലെ ഒരു ടൂള് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അടുത്ത ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈമും കോസ്റ്റും ആവും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഓക്കെ, ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈമും കോസ്റ്റും ആവും എന്ന് റെക്കോർഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. അടുത്താണ് ഡിസിപ്ലിനേറിയൻ. അതായത് ഡിസിപ്ലിൻഡ് മാനറില് പറഞ്ഞ ജോലി കംപ്ലീറ്റ് ചെയ്യണം, അതിനെപ്പറ്റി നോക്കുന്ന ആളാണ് ഡിസിപ്ലിനേറിയൻ. അപ്പൊ ഫങ്ഷണൽ ഫോർമാൻഷിപ്പില് രണ്ട് ഫങ്ഷൻസ് ആയിട്ടാണ് തിരിക്കുന്നത്. പ്ലാനിംഗ് ഫംഗ്ഷനും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഫംഗ്ഷൻ. പ്ലാനിംഗ് ഫംഗ്ഷന്റെ അണ്ടറില് 4 സ്പെഷ്യലിസ്റ്റ്, എക്സിക്യൂഷൻ ഫംഗ്ഷന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റ്. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്ന 4 പേര് ആരൊക്കെയാണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. അതിനകത്ത് റൂട്ട് ക്ലർക്ക് എങ്ങനെയാണ് ഒരു ജോലി ചെയ്യേണ്ടത്, ഏത് മാർഗത്തിലൂടെയാണ്, ഏത് വേയിലാണ്, ഏത് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആളാണ് റൂട്ട് ക്ലർക്ക്. മെഷീൻസ്, ടൂൾസ്, ടെക്നിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഒരു ജോലി ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കും അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഒരു ജോലി ഡിസിപ്ലിൻഡ് മാനറിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുന്ന ആളാണ് ഡിസിപ്ലിനേറിയൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷന്റെ അണ്ടറിൽ വരുന്ന 4 വ്യക്തികൾ ആരാണെന്ന് നോക്കാം. 4 സ്പെഷ്യലിസ്റ്റുകൾ ആരാണെന്ന് നോക്കാം. ഒന്നാണ് ഗ്യാങ് ബോസ്, 2 സ്പീഡ് ബോസ്, 3 ഇൻസ്പെക്ടർ, 4 റിപ്പയർ ബോസ്. ഓക്കെ, സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, ഇൻസ്പെക്ടർ, റിപ്പയർ ബോസ്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം ഇല്ലേ? ഒരു ജോലി ചെയ്യാൻ, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി എല്ലാ മെഷീൻസിനെയും ടൂൾസിനെയും അറേഞ്ച് ചെയ്യുന്ന ആളാണ് ആര്? ഗ്യാങ് ബോസ്. കൂട്ടിച്ചേർത്ത് വെക്കുന്നു. ഒരു ജോലി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അസംബിൾ ചെയ്ത് വെക്കുന്ന ആളാണ് ആര്? ഗ്യാങ് ബോസ്. സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കേഴ്സ് റിക്വയർഡ് പറയുന്ന സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പറയുന്ന രീതിയിൽ പറയുന്ന സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ആളാണ് സ്പീഡ് ബോസ്. ഇനി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളാണ് ആര്? ഇൻസ്പെക്ടർ. ഇനി മെഷീൻസ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ മെഷീൻസിനൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ വരാം, അതിന്റെ റിപ്പയർ ഒക്കെ നടത്തുന്ന ആളാണ് ആര്? റിപ്പയർ ബോസ്. അപ്പൊ പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ അണ്ടറിൽ വരുന്ന 4 പേര് ആരൊക്കെയാണ്? ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, റിപ്പയർ ബോസ്. നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം അസംബിൾ ചെയ്യുന്ന ആളാണ്, അല്ലെ അറേഞ്ച് ചെയ്യുന്ന ആളാണ് ഗ്യാങ് ബോസ്. നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്പീഡിൽ വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുന്ന ആളാണ് സ്പീഡ് ബോസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന ഗുഡ്സിന്റെ ക്വാളിറ്റി, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ആളാണ് ഇൻസ്പെക്ടർ. നമ്മുടെ മെഷീൻസിന് എന്തെങ്കിലും റിപ്പയർ ഒക്കെ വരുന്നെങ്കിൽ അതിനെപ്പറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് റിപ്പയർ ബോസ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടെക്നിക്ക്, സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ടെക്നിക്ക് ഏതാണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കൊണ്ടുവന്നത് FW ടൈലർ ആണ്. ഇദ്ദേഹം പറയുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ നമുക്ക് 2 ഹെഡായിട്ട്, 2 ഫങ്ഷൻ ആയിട്ട്, അല്ലെ 2 ഇൻചാർജ് ആയിട്ട് തിരിക്കാം. പ്ലാനിങ്ങും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ. ഈ ഓരോന്നിന്റെയും അണ്ടറിൽ പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ കാര്യങ്ങൾ അല്ലെ എക്സിക്യൂഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റ് വീതമുണ്ട്. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റ്, പ്രൊഡക്ഷന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ടോട്ടൽ 8 സ്പെഷ്യലിസ്റ്റുകളാണ് എവിടെ ഉള്ളത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലുള്ളത്, ഒരു വർക്കറിന്റെ വർക്ക് അനലൈസ് ചെയ്യാൻ. അപ്പൊ അത്രയും പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും.
ആ ഒരു ഫിഗറില് 4 സ്പെഷ്യലിസ്റ്റുകളുടെ പേരും പറയുന്നുണ്ട്. പ്ലാനിംഗ് ഇൻചാർജിൽ വരുന്ന 4 പേര് ആരൊക്കെയാണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഒരു ജോലി ഏത് വേയിലൂടാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആളാണ് റൂട്ട് ക്ലർക്ക്. വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, മെഷീൻസും ടൂൾസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഒരു ജോലി ചെയ്തു തീർക്കേണ്ട ടൈമും കോസ്റ്റും നിശ്ചയിക്കുന്ന ആളാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഒരു ഓർഗനൈസേഷനിലെ ജോബ് ഡിസിപ്ലിൻഡ് മാനറിലാണെന്ന് ഉറപ്പുവരുത്തുന്ന ആളാണ് ഡിസിപ്ലിനേറിയൻ. പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ അണ്ടറിലും 4 സ്പെഷ്യലിസ്റ്റ്: ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, റിപ്പയർ ബോസ്. വേണ്ടുന്ന മെഷീൻസും കാര്യങ്ങളും എല്ലാം അസംബിൾ ചെയ്ത് വെക്കുന്ന ആളാണ് ഗ്യാങ് ബോസ്. പറഞ്ഞ സ്പീഡിലാണ് വർക്കർ ഇത് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന ആളാണ് സ്പീഡ് ബോസ്. ക്വാളിറ്റി, പ്രൊഡക്റ്റ് ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ആളാണ് ഇൻസ്പെക്ടർ. മെഷീൻസിന്റെ മെയിന്റനൻസ് വർക്ക് ചെയ്യുന്ന ആളാണ് റിപ്പയർ ബോസ്. അപ്പൊ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ക്ലിയർ ആയല്ലോ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കൊണ്ടുവന്ന ആരാണ്? FW ടൈലർ ആണ്. നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നമുക്കറിയാം, നമ്മളിപ്പോ സ്കൂളിലൊക്കെ നമുക്ക് മാർക്ക് വരും അല്ലെ, 100ൽ എത്ര, അല്ലെങ്കിൽ പ്ലസ് ഹയർ സെക്കൻഡറിയിൽ 1200 എത്ര എന്ന് പറഞ്ഞാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പൊ എന്തിനും ഒരു സ്റ്റാൻഡേർഡ് വേണം. അപ്പൊ അതുപോലെ തന്നെ ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിക്ക് എന്ത് ഫിക്സ് ചെയ്യണം? ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം ഇല്ലേ? റോ മെറ്റീരിയൽസിനായാലും മെഷീനറിക്കായാലും മെത്തേഡ്സിനായാലും എല്ലാം എന്ത് ഫിക്സ് ചെയ്യുക? ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂ. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലെ മാനേജർ പറയാണ്, ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് 10 ബാഗ് പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് സ്റ്റാൻഡേർഡ്. ഒരു എംപ്ലോയി 6 ബാഗും ഒരു എംപ്ലോയി 4 ബാഗും പ്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? ഈ 10 എന്നുള്ള സ്റ്റാൻഡേർഡ് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഒരു ബെഞ്ച് മാർക്ക്, ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ക്വാളിറ്റി ആയാലും പ്രൊഡക്ഷനിലെ സ്റ്റാൻഡേർഡ്സ് ആയാലും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റൂ. സിംപ്ലിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാവശ്യമായിട്ടുള്ള, അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ്, ചെലവ് കയറുന്നതും സമയം കളയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യുക. സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യുക. രണ്ടാമത്തെ ടെക്നിക്ക് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നമ്മുടെ വർക്കിന് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, ഒരു ബെഞ്ച് മാർക്ക് വെക്കുക, ഒരു മാനദണ്ഡം വെക്കുക. അതിനനുസരിച്ച് വേണം നമുക്ക് വർക്ക് അനലൈസ് ചെയ്യാൻ. രണ്ടാമത്തെയാണ് സിംപ്ലിഫിക്കേഷൻ. അൺനെസസറി ആയിട്ടുള്ള ഡൈവേഴ്സ് പ്രോഡക്റ്റ്, ഇപ്പൊ ഒരു പ്രോഡക്റ്റ് നമ്മൾ വിജയിച്ചു, ഉടനെ തന്നെ ഒരു പ്രോഡക്റ്റ് കൂടെ ഒക്കെ ഇറക്കാതെ അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റ് ഒന്നും വരുത്താതെ വേണം നമ്മൾ എന്ത് നടത്താൻ? പ്രൊഡക്ഷൻ നടത്താൻ. മൂന്നാമത്തെ ടെക്നിക്കാണ് മെത്തേഡ് സ്റ്റഡി. മൂന്നാമത്തെ ടെക്നിക്ക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് എന്ത്? മെത്തേഡ് സ്റ്റഡി. എന്താണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ ജോബ്. ഒരു ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം കണ്ടെത്തുക. ഒരു ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം കണ്ടെത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെത്തേഡ് സ്റ്റഡി. അപ്പൊ ഏറ്റവും നല്ല മാർഗം ആകുമ്പോൾ അവിടെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാം, വേസ്റ്റേജ് കുറയ്ക്കാം ഇല്ലേ? നോക്കിയേ, മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മാക്സിമൈസ് ദ ക്വാളിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ. കോസ്റ്റ് ഓഫ് ഉൽപാദന ചെലവ് കുറയ്ക്കാം, വാങ്ങുന്നവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാം, ക്വാളിറ്റി നമുക്ക് കൂട്ടാം ഇല്ലേ? അപ്പൊ ഏറ്റവും നല്ല മെത്തേഡ്, ഇപ്പൊ ഞാനൊരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് വേണം ഞാൻ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ എന്റെ ഉൽപാദന ചെലവായാലും ക്വാളിറ്റി ആയാലും ഉൽപാദന ചെലവ് കുറയ്ക്കാനും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാനും കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും പറ്റുകയുള്ളൂ. അടുത്താണ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനില് എപ്പം വേണം മെൻ ആയാലും മെറ്റീരിയൽ ആയാലും മെഷീൻ ആയാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്,
മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ, മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. മെന്റിന്റെ, മെറ്റീരിയലിന്റെ, മെഷീന്റെ ഒക്കെ മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട. അനാവശ്യമായിട്ട് എപ്പോഴും എംപ്ലോയീസ് ഇറങ്ങി പോകുന്നു ഓർഗനൈസേഷനിൽ നിന്ന്, അല്ലെങ്കിൽ എപ്പോഴും അൺനെസസറി ആയിട്ട് എന്താ മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു, അതിന്റെ ഒന്നും ആവശ്യം ഇല്ല. പ്രോപ്പർ ആയിരിക്കണം. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എപ്പോ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ റോ മെറ്റീരിയൽ ഇല്ല, പ്രൊഡക്ഷൻ നടക്കുവോ? ഇല്ല. അപ്പൊ കറക്റ്റ് ടൈമിൽ അവിടെ ആക്കുക, റോ മെറ്റീരിയൽ അവൈലബിൾ ആക്കുക. അതാണ് മോഷൻ സ്റ്റഡി. ടൈം സ്റ്റഡി പേരിലുണ്ട്. ഒരു വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കും, സ്റ്റാൻഡേർഡ് ടൈം എത്ര എടുക്കും, ഒരു വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കും. ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ടൈം ടു പെർഫോം എ ജോബ്. ഒരു ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ എത്രത്തോളം എംപ്ലോയീസ് വേണം, ഇല്ലേ? അവർക്ക് എങ്ങനെ ആയിരിക്കണം ഇൻസെന്റീവ് കൊടുക്കേണ്ടത്, അവർക്ക് വേജ് എത്ര കൊടുക്കണം, ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ടൈം സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അടുത്ത നമുക്ക് പേരിന് കിട്ടത്തില്ല. അടുത്തത് ഫാറ്റീഗ് സ്റ്റഡിയാണ്. എന്താണ് ഫാറ്റീഗ് സ്റ്റഡി? എംപ്ലോയീസിന് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മതി. നമുക്ക് സ്കൂളുകളിൽ 2 പീരീഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ 3 പീരീഡ് കഴിഞ്ഞ് നമുക്ക് ഒരു ഇന്റർവെൽ കിട്ടും, നമ്മളെ ഒന്ന് ചിയറപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് റെസ്റ്റ് ഇന്റർവെൽ ആണ്. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എത്രത്തോളം റെസ്റ്റ് ഇന്റർവെൽ കൊടുക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ് ഇന്ത്യ ഫാറ്റീഗ് സ്റ്റഡി. എന്നെങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റൂ, കൂട്ടാനായിട്ട് പറ്റൂ. അടുത്തയാണ് എന്ത്? ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അതായത് ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഓർഗനൈസേഷനിൽ 2 രീതിയിൽ ശമ്പളം കൊടുക്കാം. നമ്മൾ സ്കൂളുകളിൽ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത്? രാവിലെ 9 മണിക്ക് വന്ന് സൈൻ ചെയ്ത് അവർ 4:30 വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? സാലറി കിട്ടും. അവരവരുടെ പ്രൊഡക്ടിവിറ്റി നോക്കുന്നുണ്ടോ? അവർ എത്ര ക്ലാസ് കയറി നോക്കുന്നുണ്ടോ? ഇല്ല. ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ ആണ്. സോ നമ്മൾക്കറിയാം കാഷ്യൂനട്ട് ഫാക്ടറീസിലൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാലറി കൊടുക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ചെന്നിരുന്ന് അവർക്ക് ശമ്പളം കൊടുക്കുവോ? ഇല്ല. അവർ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് വേജ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്ന ആരാണ്? FW ടൈലർ ആണ്. ഈ ടെക്നിക്കുകളെല്ലാം കൊണ്ടുവന്ന ആരാണ്? FW ടൈലർ ആണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്നത് FW ടൈലർ ആണ്. ഇദ്ദേഹം പറയുന്നത് ശമ്പളം കൊടുക്കുമ്പം, എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പം എഫിഷ്യന്റ് എന്നും ഇൻഎഫിഷ്യന്റ് എന്നും തിരിച്ചിട്ട് വേണം കൊടുക്കാൻ. ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം കൊടുക്കാൻ. എഫിഷ്യന്റ് വർക്കറിന് കൂടുതൽ വേജ് കൊടുക്കുക, സ്ലോ വർക്കറിന് അതിനനുസരിച്ചുള്ള വേജ് കൊടുക്കുക. സിമ്പിൾ ആണ്. നമ്മള് ഈ ഒരു ഇതിൽ പഠിച്ച എന്താണ്? നമ്മുടെ ടൈലർ ആരാണ്? സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ആര്? FW ടൈലർ. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന ആളാണ് FW ടൈലർ. മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ടേം കൊണ്ടുവന്ന ആളാണ്. അതുപോലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കൊണ്ടുവന്ന ആളാണ് ആര്? FW ടൈലർ. അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ 4 പ്രിൻസിപ്പിൾസ് ആയിരുന്നു പറഞ്ഞത്. 4 സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസേ ഉള്ളൂ. 1 സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം, 2 ഹാർമണി നോട്ട് ഡിസ്കോർഡ്, 3 കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, 4 ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തമ്മിൽ എന്താ പറയുന്നത്? ട്രഡീഷണൽ മെത്തേഡ് എല്ലാം മാറ്റുക, പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതികളും എല്ലാം മാറ്റുക, സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുക, എങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റൂ. അതാണ് സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഒരു ഓർഗനൈസേഷനിൽ ഒത്തൊരുമ കൊണ്ടുവരിക, വഴക്കല്ല വേണ്ടത്. എംപ്ലോയീസ് തമ്മില്, മാനേജേഴ്സും എംപ്ലോയീസും തമ്മില് എല്ലാം എന്തുണ്ടായിരിക്കുക? ഒരു ഹാർമണി ഉണ്ടായിരിക്കുക, ഒരു ഒത്തൊരുമ ഉണ്ടായിരിക്കുക. അതിനെയാണ് ടൈലർ ഒരു പദം കൊണ്ട് സൂചിപ്പിച്ചത്, മെന്റൽ റെവല്യൂഷൻ. മെന്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റുക, വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും പരസ്പരമുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. മൂന്നാമത്തെയാണ് കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. വ്യക്തി താല്പര്യങ്ങൾക്കല്ല ഒരു ഓർഗനൈസേഷനിലെ പ്രാധാന്യം, സഹകരണത്തിനാണ്. എങ്കിൽ മാത്രമേ ഗോൾ അച്ചീവ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റൂ. നാലാമത്തത് ദ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എംപ്ലോയിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സയന്റിഫിക്കലി തിരഞ്ഞെടുക്കുക,
ക്വാളിറ്റി ഉള്ളവരെ, ക്വാളിഫിക്കേഷൻ ഉള്ളവരെ തിരഞ്ഞെടുക്കുക. കൂടാതെ അവരുടെ നോളജും സ്കില്ലും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് 4 പ്രിൻസിപ്പിൾസ്. സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. പിന്നെ നമ്മൾ പോയത് ടെക്നിക്സിലേക്കാണ്, സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ്. ഈ ടെക്നിക്സില് പ്രധാനപ്പെട്ടാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അത് കൊണ്ടുവന്നത് ആര് തന്നെയാണ്? FW ടൈലർ തന്നെയാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറയുന്നത് നമുക്കൊരു ഓർഗനൈസേഷനിലെ ഫങ്ഷൻസിനെ 2ആയിട്ട് തിരിക്കാം, പ്ലാനിംഗ് എന്നും എക്സിക്യൂഷൻ എന്നും. പ്ലാനിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും എക്സിക്യൂഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ആയിരിക്കും. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ 4 സ്പെഷ്യലിസ്റ്റുകൾ വീതമുണ്ട്. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ 4 എണ്ണം, എക്സിക്യൂഷൻ അണ്ടറിലും 4 എണ്ണം. പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്നവരാരാണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് ക്ലോസ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഏത് മാർഗത്തിലൂടെ വേണം ജോലി ചെയ്യാൻ, ഏത് വേ വേണം സ്വീകരിക്കാൻ, അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് റൂട്ട് ക്ലർക്ക്. ഒരു ജോലി ചെയ്യാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈമും കോസ്റ്റും ആകും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഒരു ജോലി ചെയ്യാൻ ഡിസിപ്ലിന്റെ മാനർ വേണം അത് ചെയ്യാൻ എന്ന് ഉറപ്പുവരുത്തുന്ന ആളാണ് ഡിസിപ്ലിനേറിയൻ. ഇത് 4 റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഇത് 4 പ്ലാനിംഗ് ഇൻചാർജിന്റെ അണ്ടറിൽ വരുന്നതാണ്. എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ അണ്ടറിൽ വരുന്നതാണ് 4 എണ്ണം. ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, റിപ്പയർ ബോസ്. ഒരു വർക്ക് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളെ എല്ലാം അസംബിൾ ചെയ്യുന്ന, അറേഞ്ച് ചെയ്യുന്ന ആളാണ് ഗ്യാങ് ബോസ്. ഒരു പറഞ്ഞ സ്പീഡ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ആളാണ് സ്പീഡ് ബോസ്. പറഞ്ഞ ടൈമിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ആളാണ് സ്പീഡ് ബോസ്. നമ്മൾ ചെയ്തു വെച്ച പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻഷുർ ചെയ്യുന്ന ആളാണ് ഇൻസ്പെക്ടർ. നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ മെഷീൻസിനൊക്കെ എന്തെങ്കിലും റിപ്പയർ വരുത്തുന്ന ആളാണ് റിപ്പയർ ബോസ്. രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നമ്മൾ എന്ത് ജോലി ചെയ്താലും ഒരു ബെഞ്ച് മാർക്ക്, ഒരു മാനദണ്ഡം വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റിസൾട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റൂ. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മിനിമം വേസ്റ്റേജിലും മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലും സിംപ്ലിഫൈ ചെയ്ത് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. മൂന്നാമത്തെയാണ് മെത്തേഡ് സ്റ്റഡി. ഏറ്റവും ഒരു ജോലി ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം, നല്ല മെത്തേഡ് ഏതാണോ, ചെലവ് കുറഞ്ഞ രീതി ഏതാണോ, എന്നാൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാനും പാടില്ല, കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷനും കിട്ടണം, ആ ഒരു മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ മെന്റിന്റെയും റോ മെറ്റീരിയലിന്റെയും മെഷീന്റെ ഒക്കെ മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി. അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സുകളെല്ലാം എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോലി പെർഫോം ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കും എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. എത്രത്തോളം വർക്കേഴ്സ് വേണം, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന സ്റ്റഡിയാണ്, ടെക്നിക്കാണ് ടൈം സ്റ്റഡി. ഇനി ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴൊക്കെ റെസ്റ്റ് ഇന്റർവെല് കൊടുക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഫാറ്റീഗ് സ്റ്റഡി. എംപ്ലോയീസിന്റെ വേജ് പേയ്മെന്റ് സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. എംപ്ലോയീസിനെ എഫിഷ്യന്റ് എന്നും ഇൻഎഫിഷ്യന്റ് എന്നും തിരിക്കുക. കഴിവുള്ളവന് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കൂടുതൽ ശമ്പളം കൊടുക്കുക, സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് ശമ്പളം കൊടുക്കുക. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞത് ടൈലറിന്റെ 4 പ്രിൻസിപ്പിൾസും ടൈലറിന്റെ തന്നെ 7 ടെക്നിക്സും ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ടെക്നിക്സിലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റീഗ് സ്റ്റഡി ആൻഡ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. പ്രിൻസിപ്പിൾസ് 4 എണ്ണം. സയന്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, അതുപോലെ തന്നെ ദ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പം നമ്മൾ ഫയോളിന്റെ പ്രിൻസിപ്പിളും 14 എണ്ണം പഠിച്ചു, ടൈലറിന്റെ പ്രിൻസിപ്പിളും ടെക്നിക്സും പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.